ഞാനും ഖമനയും കൂടെ ചേർന്ന് ഹോർമൂസ് കടലെടുക്കുക നിയന്ത്രിക്കാം എന്ന് വരെ ഇദ്ദേഹം പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും പറയും, എന്ത് വേണമെങ്കിലും ചെയ്യും. 2 ദിവസം മുമ്പ് പറഞ്ഞു ഒരു വളരെ വലിയ സമ്മാനം എനിക്ക് എല്ലാവരും ചേർന്ന് തന്നിട്ടുണ്ട്. അതെന്ത് സമ്മാനം എല്ലാവരും ആലോചിച്ചിരിക്കുമ്പോഴാണ് അടുത്ത ട്വീറ്റ് വരുന്നത്, ഇവന്മാരെ ഞങ്ങൾ തീർത്ത് കഴിഞ്ഞു, നശിപ്പിച്ച് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. സോ അയാൾക്ക് എന്തും പറയാം, അയാൾക്ക് എന്തും ചെയ്യാം. ഒന്നുകിൽ അമേരിക്ക വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നതിലേക്ക് ലോകം മൊത്തം തിരിഞ്ഞു കഴിഞ്ഞു. ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് ചെയ്യുമോ എന്നുള്ളതല്ല, അമേരിക്ക വിട്ടുവീഴ്ചയ്ക്ക് ചെയ്യുമോ, താൻ നടക്കുമോ, അതോ ഒരു കരയുദ്ധം ഉണ്ടാകുമോ? ഞാൻ പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി 28 ആവർത്തിക്കാൻ പോവുകയാണ്. സമാധാനത്തിൻ്റെ വിൻഡോ അടയുകയാണ്. അല്ലെങ്കിൽ തന്നെ 2 ദിവസമേ ഉള്ളൂ, നമ്മൾ ഈ പറഞ്ഞ 5 ദിവസത്തിന് ഇന്നും കൂടെ ചേർത്ത്. അവിടെ വരെ പോലും കാത്തു നിൽക്കില്ല. ഒരു പക്ഷേ ഇന്ന് രാത്രി അടുത്ത യുദ്ധത്തിൻ്റെ അടുത്ത ഘട്ടം തുടങ്ങുകയാണ്. ലോകം മുഴുവൻ അതിന് തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ ആദ്യത്തെ ദിവസങ്ങൾ നമ്മൾ കണ്ടതുപോലെയല്ല. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി കൂടുതൽ മിസൈലുകൾ ഗൾഫിൽ വീഴുന്നു. UAE-യിൽ 2 പേര് മരിക്കുന്നു. ഇസ്രായേൽ കൂടുതൽ പരിക്കുകൾ ഉണ്ടാകുന്നു. ഇസ്രായേൽ കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്നു. നമ്മളത് ആദ്യം കണ്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. ഇറാൻ ഒരു വശത്ത് തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഇപ്പോഴത്തെ വശത്ത് നാശനഷ്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ മിസൈൽ വേധ സംവിധാനങ്ങളുടെ ശേഷി കുറയുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടുകൂടിയായിരിക്കണം കരയുദ്ധം തുടങ്ങാൻ പോകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച ആ സമാധാനത്തിൻ്റെ സാധ്യത തീരെയില്ല.